الحمد لله حمدا كثيرا طيبا لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തിൽ റമദാനിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും എല്ലാം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒന്നാമത്തെ റമദാൻ ഈ ഒരു ദിവസം ഒന്നാമത്തെ പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കുറഞ്ഞ സമയം സ്വർഗപ്രവേശനത്തിന് നരകവിമോചനത്തിന് എന്ന ഒരു വിഷയമാണ് വളരെ ലളിതമായി നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാണ് എന്ന ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാകും. അതിലെല്ലാം നമുക്കൊരു താല്പര്യവും എല്ലാത്തിലും നമുക്കൊരു ഉന്മേഷവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗൈബിയായ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഊട്ടി ഉറപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ ഒരു മുത്തഖിയുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താ? ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത്. ഈമാൻ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈമാൻ കാര്യങ്ങൾ മുഴുവൻ ഗൈബിയായ വിശ്വാസങ്ങളാണ്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി എല്ലാം വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൻ്റെ ഖദറും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസങ്ങളാണ്. ഈ ഗൈബിയായ വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അല്ലാഹ് ഉണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം ഹക്കാണ്. അതാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അതുണ്ടെന്ന് ഉറപ്പിക്കാനുണ്ട് മനസ്സിൽ. തസ്ദീഖൻ ബിഖൽബി. എങ്കിലേ നമുക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യം ഉണ്ടാകണമെങ്കിൽ ആ ഒരു ദൃഢത നമുക്ക് ഉണ്ടാകണം. സ്വർഗം നരകമൊക്കെ അല്ലാഹു പടച്ചു കഴിഞ്ഞതാണ്. അത് പരലോക നാളിൽ പുതുതായിട്ട് എല്ലാവരും പരലോകത്ത് വരുമ്പോൾ ആ പ്രതിഫലം നൽകുന്ന സമയത്ത് തട്ടിക്കൂട്ടുന്ന ഒന്നല്ല സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ. അതൊക്കെ അല്ലാഹു പടച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് ഇവിടെ നടന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, ISM-ന്റെ ഹദീസ് പഠന ക്ലാസ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒന്നാമത്തെ ഹദീസ് തന്നെ എന്താ പറയുന്നത്? നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഇത്തരം ഹദീസുകൾ. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലേ നീ സ്വർഗം ഒന്ന് പോയി കണ്ടുവരിക. സ്വർഗത്തെ പടച്ചിട്ട് പറയാട്ടോ, അള്ളാഹ് പറയാ. സ്വർഗത്തെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയാ, സ്വർഗത്തെ നീ ഒന്ന് പോയി കണ്ടുവരിക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി തിരിച്ചു വന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ഈ സ്വർഗത്തെക്കുറിച്ച് കേട്ട ഒരാളും ഈ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. അത്രയും അധികം സുഖാനുഭൂതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഈ ദുനിയാവിൽ എത്ര സംവിധാനങ്ങൾ ഉണ്ടായല്ലോ. ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ അത്ഭുതങ്ങൾ ലോകത്ത് കണ്ടുപിടിക്കാൻ. നമുക്ക് മൊബൈൽ ഫോൺ എല്ലാവർക്കും ഉണ്ട്. ഒരു ദിവസം പുതിയ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകും. പുതിയൊരു വാഹനം വന്നാൽ ഉള്ള വാഹനം വിറ്റ് പുതിയ വാഹനത്തിൻ്റെ പിന്നാലെ പോകും, അല്ലേ? അങ്ങനെ എല്ലാം നമ്മൾ പുതിയ സൗകര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് നമ്മൾ ഓർക്കണം. അതായത് എന്ത് ലോകം എത്ര എന്തൊക്കെ കണ്ടുപിടിച്ചാലും അതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം മാത്രമേ ഉള്ളൂ.
അതെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരൽപ്പം ഒരു ശതമാനം മാത്രം. ബാക്കി 99 സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പിശാച് എന്താ പറഞ്ഞത്? ആദമേ, നിനക്ക് സ്വർഗത്തിൽ നിത്യവാസിയാകണം. സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ചു കാലം ജീവിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ അവിടെ വന്നിട്ട് പിശാച് പഴപ്പിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഒരു ഭാഗത്ത് ജീവിച്ച പിന്നെ ആദം നബിയോട് സ്വർഗത്തിൽ നിനക്ക് നിത്യവാസി ആകണമെന്നേ പറയുള്ളൂ. എങ്കിൽ അള്ളാഹ് വിലക്കിയ പഴുതി കഴിക്കുക അല്ലേ? ആ സ്വർഗത്തിൽ ജീവിക്കാനുള്ള അനുഭൂതി കൊണ്ട് അള്ളാന്റെ എന്ത് ചെയ്തു? ആ ഒരു ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു? അള്ളാന്റെ നിയമം മറന്നുപോയി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സ്വർഗത്തിൽ നിത്യവാസി ആകണം എന്നുള്ള ആഗ്രഹം അത് പിശാചിന്റെ ഒരു തന്ത്രം കൂടിയാണ്, മനുഷ്യനെ പഴപ്പിക്കുക. അങ്ങനെ അപ്പൊ അത്രയും അധികം സുഖാനുഭൂതിയാണ് സ്വർഗത്തിൽ. പിന്നെ അള്ളാഹു തയ്യാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഗ്രഹണ നിസ്കാരത്തിൽ ഒരൽപ്പം ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്നറിയോ? സ്വർഗം എൻ്റെ മുമ്പിൽ കാണിക്കപ്പെട്ടു, ഞാൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത്. മെഹറാജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഈ രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സ്വർഗവും നരകവും എല്ലാം. എന്നിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് പറയുന്നത്, ജിബ്രീൽ അതൊന്ന് പോയി കണ്ടുവരിക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി കണ്ടു വന്നിട്ട് പറഞ്ഞു, അള്ളാഹ് സ്വർഗത്തെക്കുറിച്ച് കേട്ട ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനൊരു മറയിടാണ്. ആ മറ നീക്കിയാലേ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. ആ മറട്ടു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഒന്നും കൂടെ പറഞ്ഞു, ജിബ്രീലെ, നീ ഒന്നും കൂടെ പോയിട്ട് സ്വർഗം കണ്ടിട്ട് വാ. രണ്ടാമത് പറയാം കേട്ടോ, ആദ്യം പറഞ്ഞു, രണ്ടാമത് പറയാം, നീ ഒന്നും കൂടെ പോയിട്ട് സ്വർഗം കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി കണ്ട് തിരിച്ചു വന്നിട്ട് അള്ളാഹ് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കുറച്ച് പ്രയാസമാണ്, ബഹുഭൂരിപക്ഷം ആളുകളും ഈ സ്വർഗം തടയപ്പെടുന്നവരായിരിക്കും, ഈ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരായിരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറഞ്ഞു, ജിബ്രീലെ, നീ പോയി കുറ്റവാളികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം ഒന്ന് പോയി കണ്ടുവരിക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി കണ്ട് തിരിച്ചു വന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ഈ നരകത്തെക്കുറിച്ച് കേട്ട ഒരാളും നരകത്തിൽ പ്രവേശിക്കൂല, അത്രയും അധികം പിന്നെ ഭയാനകത നിറഞ്ഞതാണ് നരകം, ഒരാളും ഈ നരകത്തിൽ പ്രവേശിക്കൂല. എന്നിട്ട് നരകത്തിന് അള്ളാഹു ഒരു മറട്ടു. ആ മറ നീക്കിയവനെ പിന്നെ നരകത്തിൽ പ്രവേശിക്കാൻ കഴിയും. മറയിട്ടിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് രണ്ടാമത് പറഞ്ഞു, ജിബ്രീലെ, നീ പോയിട്ട് നരകം ഒന്നും കൂടെ പോയി കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഈ നരകത്തിൽ പ്രവേശിച്ചിട്ടേ സ്വർഗത്തേക്ക് പോകും. ബഹുഭൂരിപക്ഷം ആളുകളും ഭൂരിഭാഗം ആളുകളും ഈ നരകത്തിൽ പ്രവേശിക്കുന്നവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ 2 വാക്കുകളിലൂടെ ആ സംഭവം, ആ മറയെക്കുറിച്ച് പഠിപ്പിച്ചു. ഹുജിബത്തിൻ നാറു ബിശ്ശഹവാതി വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി. ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് സ്വർഗത്തിന് മറയിടപ്പെട്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുട്ട മറ, സ്വർഗത്തിനും മറയിട്ടു, നരകത്തിനും മറയിട്ടു. എന്താണ് സ്വർഗത്തിന്റെ മറ? ബിൽ മക്കാരി, വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് നരകത്തിനും അള്ളാഹു മറയിട്ടു. ഇഷ്ടമുള്ള കാര്യങ്ങളെ കൊണ്ട്, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് നരകത്തെ അള്ളാഹു മറച്ചു, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സ്വർഗത്തെയും മറച്ചു. നമുക്കിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം എന്താ പറയണം, നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? നരകം കണ്ടിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ആ ഭയാനകത നമ്മൾ ആലോചിക്കും കൂട്ടരെ. ആ നരകത്ത് അല്ലാഹു മറയിട്ടിട്ടുള്ളത് ഇഷ്ടമുള്ള ഇച്ഛകളെ കൊണ്ടാണ്, താല്പര്യങ്ങളെ കൊണ്ടാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് താല്പര്യമുള്ള, നമ്മുടെ മനസ്സിന് സുഖാനുഭൂതി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹു നരകത്തെ മറച്ചിട്ടുള്ളത്. എന്നാൽ അത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളായിരിക്കും. മദ്യപാനം പോലെയുള്ള, വ്യഭിചാരം പോലെയുള്ള,
ആ രൂപത്തിൽ അള്ളാഹു വിലക്കിയ പലിശ പോലെയുള്ള അള്ളാഹു വിലക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ താല്പര്യമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. എന്നാൽ അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു അരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ മനസ്സിന് ആനന്ദം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ മറച്ചിട്ടുള്ളത്. സ്വർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചിട്ടുള്ളത് ബിൽ മകാരിഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ടാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അല്ലെ, ഖുർആൻ പാരായണം, ഇതുപോലെയുള്ള നന്മകൾ, മാതാപിതാക്കളെ അനുസരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക, പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക, അനുസരിക്കുക, അതുപോലെയുള്ള നന്മകൾ. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുക, നമുക്ക് നന്മകൾക്ക് വേണ്ടി നമ്മളെ ക്ഷണിക്കപ്പെടുമ്പോൾ നമുക്കൊക്കെ ഒരു താല്പര്യക്കുറവാണ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു താല്പര്യമില്ലായ്മ, ഒരു ഇഷ്ടമില്ലായ്മ, ആർക്കൊക്കെ വേണ്ടി നിസ്കരിക്കുക, ആർക്കൊക്കെ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുക. അതാണ് വെറുക്കപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് വെറുത്തത്, അള്ളാഹ്ക്ക് വെറുത്തതല്ല. നമുക്ക് വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് സ്വർഗത്തെയും മറയിട്ടു, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെ കൊണ്ട് നരകത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിട്ടു. അതിന്റെ അർത്ഥം എന്താ? നരകത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. നരകത്തേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്വർഗത്തേക്ക് പ്രവേശിക്കാനോ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കഷ്ടപ്പെടണം, എങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഒരു റമദാനിലേക്ക് പ്രവേശിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനം നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. നരകമോചനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇന്ന് നോമ്പെടുത്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ കൃത്യമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ ഉള്ളത്. മക്കളൊക്കെ കൂടുതൽ പിഴവിലേക്ക് പോവുകയാണ്. നമ്മുടെ യുവത്വം കൂടുതൽ പിഴവിലേക്ക് പോവുകയാണ്. അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് സംഭവിച്ചത് അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു, പരലോകത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹുവിൻ്റെ കഴിവുകൾ, ഇതിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ നിരീശ്വരവാദികൾ നമ്മുടെ മക്കളെ കാത്തിരിക്കുക. അങ്ങനെ ഒന്നും ഇല്ലടോ, ആരാ കണ്ടിട്ടുള്ളത്? അപ്പൊ ചെറിയ ബുദ്ധിയല്ലേ നമ്മുടെ മക്കൾക്കുള്ളൂ. അവ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതാ ശരിയാണല്ലോ, എൻ്റെ ഉമ്മയും പാപ്പയും പഠിപ്പിച്ചത്, ഉസ്താദുമാര് പഠിപ്പിച്ചത് ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. വെറുതെ ഇങ്ങനെ പട്ടായി വിടാന്നല്ലാതെ അള്ളാനെ കണ്ടവരാരുമില്ല. മരിച്ചവരാരും തിരിച്ചു വന്നിട്ട് ഒരു ജീവിതം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ഇതൊക്കെ വിശ്വസിച്ചിട്ട് കുറേ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക? നല്ല നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എന്തും ചെയ്യാം. അത് പുതിയ തലമുറയാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ കുടുംബങ്ങളിൽ ഇന്ന് ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മക്കളെ പിടിച്ച വഴിയിലേക്ക് കിട്ടുന്നില്ല, മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പൊന്നു മോനെ മോളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നിഷേധിക്കേണ്ടി വരും. ഇവിടെ മൈക്ക് വർക്ക് ചെയ്യുന്നു, ക്യാമറ വർക്ക് ചെയ്യുന്നു, ലൈറ്റ് വർക്ക് ചെയ്യുന്നു, ഫാൻ വർക്ക് ചെയ്യുന്നു, മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കണ്. കറണ്ടിനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? കറണ്ടിനെ കറണ്ട് എന്ന സംഭവം നമ്മളിപ്പോൾ കറണ്ട് ഉണ്ടെന്ന് പറയും. എന്തുകൊണ്ട്? ഫാനും ലൈറ്റും ഇതൊക്കെ കറങ്ങുന്നോണ്ടും വർക്ക് ചെയ്യുന്നോണ്ടും അല്ലേ? ഈ കറണ്ടിനെ കണ്ടവരാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഫ്രീ ആയിട്ട് ഓക്സിജൻ ഇതൊക്കെ തന്നപ്പോൾ നമ്മൾ വലിച്ചു കയറ്റി വിടാണ് അല്ലേ? നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കിടന്നു നോക്കിയേ, ഓരോ നിമിഷങ്ങൾക്കും നമ്മൾ ഇങ്ങനെ എണ്ണി 1000 10,000 ഒക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കണം. കൃത്രിമമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ വലിച്ചു കയറ്റി വിടുന്ന സാധനത്തെ ഇന്ന് വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇങ്ങനെ പലതുണ്ട്. ഇങ്ങനെ വിശദീകരിച്ചാൽ ഒരുപാടുണ്ട്. അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അള്ളാഹു എന്ന ആ സർവശക്തൻ, ആ റബ്ബിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് കാണിച്ചിട്ട് ഇത് ശൂന്യതയിൽ നിന്നുണ്ടായതാണെന്ന് പറയാൻ പറ്റുന്ന എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഒരു പേന, ഒരു പെൻസിൽ, ഒരു കട്ടർ, ഒരു റബ്ബർ, ഒരു കസേര, എന്തെങ്കിലും ഒരു ചെറുത് വലുതൊന്നും വേണ്ട.
ചെറിയ എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് ഇത് പെട്ടെന്ന് ശൂന്യതയിൽ നിന്നുണ്ടായതാണെന്ന് പറയാൻ പറ്റുന്ന എന്താ ഉള്ളത്? ഒന്നുമില്ല അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കുക, എൻ്റെ കയ്യിലൊന്നുമില്ല, ശൂന്യതയിൽ നിന്നുണ്ടായതാണെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നുമില്ല എങ്കിൽ ഈ ആകാശങ്ങൾ പോട്ടെ. അത് വിശ്വാസിയുടെ വിശ്വാസമാണ് ആകാശങ്ങൾ. അവിശ്വാസിക്ക് ആകാശങ്ങളില്ല, ആകാശമുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? 7 ആകാശങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. മറ്റവൻ അവിടേക്ക് എത്തിയിട്ടില്ല. അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തവൻ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ആകാശം, ഈ ആകാശം വെറുതെ ഉണ്ടായതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ കയ്യിലൊന്നും ഇല്ല എടുത്ത് കാണിക്കാൻ, എന്നിട്ട് പറയാം ഇതൊക്കെ വെറുതെ ഉണ്ടായതാ. എന്റെ അടുത്തെടുത്ത് കാണിക്കാൻ ഒന്നുമില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റുള്ള പറവകളും ജീവജാലങ്ങളും ഒക്കെ ഇതൊക്കെ വെറുതെ ഉണ്ടായതാ അല്ലെ? പറയുമ്പോൾ ഒരല്പം എന്തെങ്കിലും ചിന്തിക്കണ്ട കൂട്ടരെ. നമ്മുടെ കയ്യിലൊന്നും ഇല്ല എടുത്ത് കാണിക്കാൻ. അപ്പൊ ഇതിനൊക്കെ പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആ ഉറച്ച വിശ്വാസം. ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്. ആ റബ്ബ് എവിടെയാണ്? ആ റബ്ബ് 7 ആകാശങ്ങൾക്ക് അപ്പുറം ഇരുന്ന് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഇസ്ലാം. ആ റബ്ബ് നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. റമദാൻ മാസത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ റമദാൻ മാസത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ ഈ ഗൈബിയായ വിശ്വാസങ്ങളൊക്കെ നമ്മൾ ഊട്ടി ഉറപ്പിച്ചെങ്കിൽ നമുക്ക് നന്നാകാൻ കഴിയൂ. ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? 2 മലക്കുകൾ ഇവിടെ ഉണ്ട്. ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ, കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇവിടെ ഇരിക്കണം. മലക്കുകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. നാളെ പരലോക നാളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾക്കറിയാം അല്ലേ? നമ്മൾ ആലോചിക്കുക, ആ മലക്കുകൾ ഇവിടെ ഉണ്ട് എന്ന ഒരു വിശ്വാസം, അത് അല്ലാഹു പഠിപ്പിച്ച ഗൈബിയായ വിശ്വാസം. അതിൽ നമുക്ക് തസ്ദീഖൻ ബിഖൽബി, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുണ്ട്, അത് രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാം അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ആ ഒരു വിശ്വാസം അല്ലാഹു പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഉണ്ടെന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ നമുക്ക് നന്മ ചെയ്യാൻ പറ്റൂ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. ഞാനത് കണ്ടാൽ, ഞാനത് കേട്ടാൽ, ഞാനത് സംസാരിച്ചാൽ, ഞാനത് പ്രവർത്തിച്ചാൽ ഇവിടെ രേഖപ്പെടുത്തും. അത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാ, അല്ലാഹു പഠിപ്പിച്ചതാ. അതുകൊണ്ട് എനിക്ക് വിശ്വസിച്ചേ പറ്റൂ. ഒരു കരീൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഒരു കരീൻ, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ശൈത്താൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി പുറത്തു പോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെട്ടു. ഭർത്താവ് പുറത്തു പോയപ്പോൾ ഒരു ദേഷ്യം. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മുഖത്ത് ആ ദേഷ്യം കണ്ടപ്പോൾ, നിന്റെ കരീന് നിന്റെ അടുത്ത് വന്നു, അതുകൊണ്ടാണ് നീ ദേഷ്യപ്പെട്ടത്. അത് പൈശാചിക സ്വഭാവമാണ്, ദേഷ്യപ്പെടാം, പെട്ടെന്ന് കോപിക്കുക. ഒരു വിശ്വാസിക്ക് അത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എൻ്റെ കരീനോ? അതെ, എല്ലാവർക്കും ഉണ്ട് ഒരു കരീൻ. അത് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ മലക്കുകളെയും ഈ കരീനെയും ഈ ജിന്നിനെയും ഒന്നും ചെയ്യില്ല. ലോകത്തെ ഏത് ഉപകരണങ്ങൾ കൊണ്ടുവന്നാലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എത്ര കോടികളുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നാലും ഈ സംവിധാനങ്ങളെ, അതായത് അല്ലാഹു ഏർപ്പെടുത്തിയ ഈ കാര്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആ ഗൈബിയായ വിശ്വാസം, അല്ലാഹു ഉണ്ട്, അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചാൽ എന്നെ രണ്ടാമത് ജീവിപ്പിക്കാൻ ആ റബ്ബിനൊരു പ്രയാസവുമില്ല. ആ റബ്ബിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ എന്നെ സൃഷ്ടിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലേ. ആദ്യഘട്ടത്തിൽ ഇല്ലാത്തൊരു പ്രയാസം എന്തിനാ രണ്ടാമത്തൊരു പ്രാവശ്യം എന്നെ സൃഷ്ടിക്കാൻ? കാരണം ഞാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നതായിരുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി. ഞാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നതായിരുന്നു പറയാൻ പറ്റൂല. പിന്നെ വാപ്പാന്റെ ബീജത്തെ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഭദ്രമായൊരു സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഉണ്ടായത് അല്ലേ? അപ്പൊ നമ്മളെ പടക്കാൻ അള്ളാഹ്ക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ നമ്മളുണ്ടായി നമ്മുടെ ശരീരം കൊണ്ടുപോയി മണ്ണിലേക്ക് വെച്ചിട്ട് മണ്ണിനോട് ചേർന്നതിന് ശേഷം രണ്ടാമത് ജീവിപ്പിക്കാൻ ഒരു പ്രയാസം റബ്ബിനെന്തിനാ? ഒരു ആവശ്യമില്ല. ഞാൻ പോലെ വരലി അല്ലേ? ലോകത്തൊരാൾക്കില്ല. ഇതുപോലത്തെ സംഭവം ലോകത്തൊരാൾക്കില്ല. ചിന്തിക്കണം. നമ്മൾ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കണം, ഇടക്കിടയ്ക്ക് ചിന്തിക്കണം. ആകാശത്തെ കുറിച്ചും ഭൂമിയെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും
എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഓരോന്നിനെ കുറിച്ചും എല്ലാ തുമ്പിനെ വരെ കുറിച്ച് നമ്മൾ പിന്നെന്ത് ചെയ്യണം, ചിന്തിക്കണം അല്ലെ. സൂക്ഷ്മമായി ഈ രൂപത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക്, ഇനി പ്രസവിക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും എന്തില്ല, ഇനി ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന ആൾക്ക് പോലും ഈ രൂപത്തിലുള്ള വരില്ല. അത് സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ. ആ റബ്ബിലുള്ള വിശ്വാസവും ആ റബ്ബ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കുക. എങ്കിൽ ആ നോമ്പിൽ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അങ്ങനെ നോമ്പുകാരനായിട്ട് നമ്മൾ നിസ്കരിക്കണം. നോമ്പെടുത്ത് നമ്മൾ ദാനം ചെയ്യണം. നോമ്പെടുത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കണം. നോമ്പെടുത്തിട്ട് നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണം. നോമ്പെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. എല്ലാം വളരെയധികം പിന്നെ പ്രാധാന്യം എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോമ്പുകാരനായിരിക്കും നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തടയൂലാന്നാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിച്ചോ നമ്മൾ ഒന്നാമത്തെ നോമ്പ് ആയിട്ടുള്ളൂ. പ്രാർത്ഥിച്ചോ നമ്മൾ ഇന്ന് വരെ ഈ സമയത്തിനിടയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ആവശ്യം നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു. തള്ളൂലാണ് അള്ളാഹിന്റെ ഹബീബ പഠിപ്പിച്ചത്. നോമ്പുകാരനായിരിക്കും ചെയ്യാൻ പറ്റാത്ത ഒന്നുള്ളൂ, ഹജ്ജ്. അതിനെന്ത് ചെയ്തു, നീ നോമ്പുകാരനായിരിക്കും ഉംറ ചെയ്യും, നിനക്ക് ഹജ്ജിന്റെ കൂലി തരാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജല്ലാത്തൊക്കെ ചെയ്യാം, ഹജ്ജല്ലാത്ത എല്ലാം ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്തു, ഉംറ ചെയ്യും അല്ലേ. നീ ഖുർആൻ ഓത്. നമുക്ക് സമയമില്ല. നമ്മൾ ഇന്ന് എത്ര പേജ് ഓതി ഞാൻ ചോദിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചല്ലോ ആമുഖത്തിൽ, അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാകും, അടുത്ത കൊല്ലം പോയിട്ട് അടുത്ത ദിവസം ഈ റമദാൻ പൂർത്തീകരിക്കാൻ നമ്മൾ ഉണ്ടാകും എന്ന് പറയാൻ എന്താ ഉറപ്പുള്ളത്? എൻ്റെ ഭാര്യ പിതാവിന് പിന്നെ 1 വർഷത്തോളമായിട്ട് ക്യാൻസറാണ്. ഞാൻ അതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നുള്ളത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അവിടെ കൊണ്ടുപോകും. കീമോ റേഡിയേഷനുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായിരുന്നു അല്ലേ. 5 വയസ്സ് മുതൽ ഇങ്ങനെ ആരംഭിക്കുക ക്യാൻസർ സെന്ററിൽ പ്രത്യേക വിഭാഗത്തിൽ പോയവർക്കറിയാം. 5 വയസ്സ് മുതൽ എടവണ്ണ ജാമിയ നദവിയുടെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. കഴിഞ്ഞ ആഴ്ച 16 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. 16 വയസ്സുള്ള പെൺകുട്ടി. ആ ഉമ്മാന്റെ അപ്പാന്റെ വേദന ആലോചിക്കുക. ജാമ്യന്റെ തൊട്ടപ്പുറത്ത് നിസാർക്കാരൻ്റെ ഒരു വലിയ വീടുണ്ട്, അതിൻ്റെ മേലെ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ആഴ്ച ക്യാൻസർ ബാധിച്ച് മരിച്ചത്. 5 വയസ്സ് മുതൽ ഇങ്ങനെ തുടങ്ങുക. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളത് നമുക്കറിയില്ല കൂട്ടരെ. എന്തൊക്കെ പ്രയാസങ്ങൾ എത്ര കാലം നമ്മൾ ഉണ്ടാക്കുന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടുള്ള സമയം നമ്മൾ നന്മകൾ ചെയ്ത് പ്രവർത്തിച്ച് ജീവിക്കുക. ഖുർആൻ ഓത്. നമുക്ക് പിന്നെ സലഫു സാലിഹീങ്ങളായ ആളുകൾ ഒരു ദിവസം 5ഉം 6ഉം ജുസുമൊക്കെ എന്ത് ബടായമോലി നിങ്ങൾ വിടുന്നു അതൊന്നും ചിന്തിക്കണ്ട. 5ഉം 6ഉം ജുസ ഒരു ദിവസം സലഫു സാലിഹീങ്ങൾ നമ്മുടെ മുൻഗാമികളൊക്കെ ഒരു ദിവസം ഓതുക. ഒരു മാസമല്ല, ഒരു ദിവസം അല്ലേ. അപ്പൊ നമുക്കങ്ങനെ കഴിയണില്ല. എന്താ പ്രശ്നം? നമ്മൾ രാവിലെ മുതൽ ഫേസ്ബുക്കിൽ ഇരുന്ന് നോക്കിയേ, നോമ്പ് ഉറക്കണ വരെ ഇരിക്കും. നമ്മൾ രാവിലെ അത്താഴം കഴിഞ്ഞിട്ട് വാട്സാപ്പ് യൂട്യൂബൊക്കെ ഓണാക്കിയേക്ക് നമ്മൾ അത്താഴം കഴിക്കണവരെ നമ്മൾ പിന്നെ നോമ്പ് തുറക്കണ വരെ ഇരിക്കും. സോഷ്യൽ മീഡിയ അത്ര ഇഷ്ടമാണ് നമുക്ക്. വാട്സാപ്പും യൂട്യൂബും ഫേസ്ബുക്കും മറ്റുള്ള ഒക്കെ നമുക്ക് അത്രയധികം ഇഷ്ടമാണ്. അതിനോടൊക്കെ വല്ലാത്ത ഇഷ്ടമായപ്പോൾ അതിനൊക്കെ താല്പര്യം. അതിന് എത്ര സമയം എത്ര മണിക്കൂർ ചെലവഴിക്കാൻ നമുക്കൊരു പ്രയാസമില്ല. ആ ഇഷ്ടം എന്താ കൂട്ടരെ? ഖുർആൻ ഓതുന്നതിനോട് കാണിച്ചോടാ. ആ ഇഷ്ടം എന്തെന്ത് നമുക്ക് ഈ ഇബാദത്തുകളോട് കാണിച്ചു വയ്ക്കാം. അതിനെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനുള്ള വിശ്വാസം ഉറപ്പിക്കണം. അള്ളാഹുവിനുള്ള കഴിവ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ. ആ റബ്ബ് ഞാൻ മരിച്ചാൽ എന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. സ്വർഗ നരകങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നരകം അതിഭയാനകരമാണ്. ആ ഒരു ഗ്രഹണ നിസ്കാരത്തിൽ പിന്നിലേക്ക് മാറിയില്ലേ? ഗ്രഹണ നിസ്കാരത്തിൽ മുന്നിലേക്ക് പോയി പിന്നിലേക്കും മാറി. മുന്നിലേക്ക് പോകാനുള്ള കാരണം എന്താ? സ്വർഗം കാണിക്കപ്പെട്ടു. പിന്നിലേക്ക് പോകാനുള്ള കാരണം എന്താ? നരകം കാണിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിന്റെ ഭയാനകത കണ്ട് പിന്നിലേക്ക് മാറുന്നതാണ് നിങ്ങൾ കണ്ടത്. ഏത് ചൂടനുഭവിച്ചാലും അതിൻ്റെ എല്ലാം 69 ഇരട്ടി ചൂടാ നാളെ നരകത്തിന്റെ ചൂട്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാം 22 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. മഗ്‌രിബിന്റെ മുമ്പ് 2 റക്അത്ത് അടക്കം 22 റക്അത്ത്
നിസ്കരിക്കാറുണ്ടോ? നമ്മൾ ചുരുങ്ങിയത് റവാത്തിബ് സുന്നത്തെങ്കിലും നിസ്കരിക്കണ്ടേ? 12 റക്അത്തെങ്കിലും ചുരുങ്ങിയത് നിസ്കരിക്കണ്ടേ? നമുക്ക് സ്വർഗമൊക്കെ ആഗ്രഹമുണ്ട്, നരകമോചനമൊക്കെ ആഗ്രഹമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം. പക്ഷെ കഷ്ടപ്പെടാൻ അതിനെന്നെ കിട്ടൂല. അതാ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരി വഹുജിബത്തിൽ വഹുജിബത്തിൻ നാർ ഹുജിബത്തിൻ നാർ ബിശ്ശഹവാതി വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരി. വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ മറയിടപ്പെട്ടിട്ടുള്ളത്. ഇഷ്ടമുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നരകത്തെയും മറയിടപ്പെട്ടിട്ടുള്ളത്. നീ നിനക്ക് തോന്നിയതുപോലെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിനക്ക് ജീവിച്ചാൽ നിനക്ക് വളരെ എളുപ്പത്തിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതല്ല, അള്ളാഹ് പഠിപ്പിച്ചതുപോലെ നിനക്ക് താല്പര്യക്കുറവുണ്ട് എങ്കിലും, നിനക്ക് ഇഷ്ടക്കുറവുണ്ട് എങ്കിലും, നിനക്ക് പ്രയാസമാണ് എങ്കിലും, അള്ളാഹു പഠിപ്പിച്ചതാണല്ലോ, എന്റെ ഹബീബ് പഠിപ്പിച്ചതാണല്ലോ എന്ന മനസ്സോടുകൂടി കുറച്ചൊക്കെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നീ നന്മയിൽ മുന്നേറണോ എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ പരമാവധി ചെയ്ത് അള്ളാഹു നൽകിയ ഈ ഒരു അവസരത്തെ മുതലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ എല്ലാം കുറേ കേൾക്കുന്നവരും പഠിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്. നമുക്ക് കുറഞ്ഞ വാക്കുകളെ ആവശ്യമുള്ളൂ, അല്ലേ? കുറഞ്ഞ വാക്കുകളെ കൊണ്ടാണ് സ്വർഗപ്രവേശനവും നരകവിമോചനവും അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത്. ബാക്കി നമുക്ക് ചിന്തിച്ചാൽ കാര്യങ്ങൾ പിടുത്തം കിട്ടും. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നന്മയുള്ള മാസങ്ങളിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ ചെയ്ത് മുന്നേറാൻ അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 റെസീറ്റ് എൻ്റെ കയ്യിലുണ്ട്. റമദാൻ മാസമാകുമ്പോൾ എല്ലാവരും പ്രസംഗിക്കാൻ വരുന്നവരും മറ്റുള്ളവരുമൊക്കെ അത് കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട്. ഞാൻ പറഞ്ഞ നോമ്പുകാരനായിരിക്കെ നമുക്ക് ദാനം ചെയ്യാൻ പറ്റണം. ആ ഒരു ദാനം അതിന് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റെസീറ്റ് ജാമിയ നദവിയ ഇടവണ്ണ, നമ്മുടെ സ്ഥാപനമാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ തഹ്ഫീദുൽ ഖുർആനിലെ അധ്യാപകനാണ്. 10-25 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിലാണ് ഇന്നും 50ഓളം വിദ്യാർത്ഥികൾ അവിടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ മാത്രമല്ല, ജാമിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നജ്മുക്ക് ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ നജ്മുക്ക് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അവിടുത്തെ കുട്ടികൾ ഖുർആനിൻ്റെ അർത്ഥം പറയും, ഖുർആനിൻ്റെ ആശയം പറയും. അതുപോലെ തന്നെ പ്രസംഗിക്കാനും മറ്റും എത്ര പ്രായം 5, 6, 7, 8, 9 അങ്ങനെ 10-11 വയസ്സ് പ്രായത്തിനിടയ്ക്കുള്ള മക്കളാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ സംവിധാനങ്ങൾ പഴക്കമുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ ടോയ്ലറ്റുകളും മറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു ബിൽഡിങ് തഹ്ഫീദുൽ ഖുർആന് വേണ്ടി ആവശ്യമുണ്ട്. അവിടുത്തെ ഇന്നത്തെ മാനേജ്മെൻറ്റിനോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ നാളെ ജാമ്യയിൽ ഒരു അധ്യാപകം വരുമ്പോൾ ജാമ്യ നദവിക്ക് മൊത്തമായിട്ട് ചിലപ്പോൾ ഒരു കളക്ഷൻ പറയും, അത് നിങ്ങൾ കൊടുക്കണം. ഇത് തഹ്ഫീദുൽ ഖുർആന് വേണ്ടി മാത്രമുള്ള നമ്മുടെ പ്രത്യേകമായൊരു പ്രൊജക്റ്റാണ്. അവിടുത്തെ ബിൽഡിങ്ങിൽ ഒരുപാട് വർക്കുകളുണ്ട്. അതിൻ്റെ ഒരു റെസീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. പരമാവധി നിങ്ങൾ സഹായിക്കുക. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഉള്ള മാലിലെ ഒരു മദ്രസയും പള്ളിയൊക്കെ ആയിട്ട് അവിടെയും ഒരു 10-30,000 രൂപ മാസം ചിലവുണ്ട്. ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 5,000-6,000 രൂപയാണ് ആകെ വരുമാനമുള്ളത്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നൽകുന്ന സഹായങ്ങളാണ് അവിടെയൊക്കെ ഒരു വർഷങ്ങളിലും നടന്നു പോകാൻ കാരണമാകുന്നതും. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരമാവധി നിങ്ങൾക്ക് സ്വതക്കകൾ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ സ്വതക്കകൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെയുടെ ലോകത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ വാക്കുകളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തും മാപ്പാക്കി തരണേ റഹ്മാനെ. ഈ റമദാനിലൂടെ വിജയിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.